ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവൻ അല്ല കൊടുക്കണം ശിക്ഷ. കേട്ടോ, ഓരോന്നും എണ്ണി എണ്ണി പറയാം. സമയമായ നിർത്താൻ. പഠിച്ചോ. അള്ളാഹുവിന്റെ ദീൻ എവിടെന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ പഠിച്ചത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങളിത് നിങ്ങൾക്കറിയുന്നവരോട് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവേ, عن جندب بن زدا عن جندب رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم كان برجل جراء فقتل نفسه فقال الله بدرني عبدي بنفسه حرمت عليه الجنة. മഹാനായ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾക്ക് ഒരു മുറിവ് പറ്റിയിരുന്നു, അയാൾ അതിനാൽ ആത്മഹത്യ ചെയ്തു. അല്ലാഹുവേ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനൊരു മുറിവ് സംഭവിച്ചു. ആ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അവിടുന്ന് മുറിവ് സംഭവിച്ചു പോയല്ലോ. അതിന്റെ പേരിൽ അവസാനം ആ മനുഷ്യൻ അവിടുന്ന് ആത്മഹത്യ ചെയ്യുകയാ. ഒരു മുറിവ് സംഭവിച്ചു. ആ മുറിവ് സംഭവിച്ചതിന്റെ വേദനയും പ്രയാസവും കാരണം ഒരു മനുഷ്യൻ അങ്ങ് ആത്മഹത്യ ചെയ്തു. അവസാനം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഖുർആനിന്റെ ആയത്തിറങ്ങി. ആ മനുഷ്യൻ അവിടുന്ന് ആത്മഹത്യ ചെയ്തപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, എന്റെ അടിമ അവന്റെ ആത്മാവിന്റെ കാര്യത്തിൽ എന്നെ മറികടക്കാൻ ധൃതി കൂട്ടി, അതിനാൽ അവനെ ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ചരിത്രങ്ങൾ കാണാം. യുദ്ധക്കളത്തിൽ വെച്ചൊരു സഹാബിക്ക് വെട്ടുകൊണ്ടു, ശരീരത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടുകൊണ്ടപ്പോൾ അവസാനം മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ചരിത്രം പഠിപ്പിക്കാം. അപ്പൊ അള്ളാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അടിമ അവൻ ധൃതി കാണിച്ചു കളഞ്ഞു. അവൻ ധൃതി കാണിച്ചത് കാരണം സ്വർഗം അവന് നിഷിദ്ധമായി. ഒന്ന്, ആത്മഹത്യ ചെയ്യുന്നവൻ എവിടെ പോകൂല? ഉറക്കപ്പറ, എവിടെ പോകൂല? എവിടെ പോകൂല? ഈ ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മഹത്യ അല്ലാഹു തന്ന ആയുസ് കളയുന്നവൻ അവന് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഏതാ? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കിതാബ് ഇമാം ബുഖാരി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആത്മഹത്യ ചെയ്യുന്നവൻ, അല്ലാഹു തന്ന ആയുസ് അവസാനിപ്പിക്കുന്നവൻ, അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ട്, അൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദി യഖുനുകു നഫ്സഹു യഖുനുകുഹാ ഫിന്നാർ വല്ലദി യതുനുഹാ ഫിന്നാർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, വല്ലവനും ശ്വാസം മുട്ടിച്ചു ആത്മഹത്യ ചെയ്താൽ, വല്ലവനും ശ്വാസം മുട്ടിച്ച് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ വെച്ച് അവനെ ശ്വാസം മുട്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതാണ്? പടച്ചവനെ ശ്വാസം മുട്ടിച്ചു മരിച്ചവനവൻ നരകത്തിൽ അതുപോലെ ജീവിതകാലം മുഴുവനും ഒരിക്കലും അവസാനിക്കാതെ അതുപോലെ തന്നെ അവന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ആരെങ്കിലും തൻ്റെ ദേഹത്ത് അല്ലാഹുവേ കുത്തിമുറിപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്താ, അതാ കൊണ്ട് കുത്തിമുറിക്കുമല്ലോ, എന്നിട്ട് ആത്മഹത്യ ചെയ്താൽ അല്ലാഹുവേ നരകത്തിൽ അവന് സ്വന്തം മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുകയാ. അതാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖതല നഫ്സഹു ബിഹദീദ് ഉദ്ദിബ ബിഹി ഫിന്നാരി ജഹന്നമ. ആരെങ്കിലും ഇരുമ്പുള്ള ആയുധം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്താൽ അവൻ അതേ ആയുധം കൊണ്ട് നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെടും
രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറദ്ദ ബിജബലിൻ ഫഖതല നഫ്സഹു വഹുവ ഫിന്നാരി ജഹന്നമ. പടച്ചവനെ, പലരും ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അതാ ആത്മഹത്യാ മുനമ്പിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകാഗ്നിയിൽ ശ്വാസതമായി വീണുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ശ്വാസം മുട്ടി മരിക്കുക, സ്വന്തമായിട്ട് ശരീരത്തെ മുറിവേൽപ്പിച്ച് ചാവുക, അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് താടിച്ചാവുക, കത്തികൊണ്ട് കുത്തി മരിക്കുക, ഇതെല്ലാം എങ്ങനെ മരിക്കുന്നു അതുപോലെ തന്നെയാണ് അവൻ്റെ ജീവിതകാലം മുഴുവനും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആരെങ്കിലും മലയുടെ മുകളിൽ നിന്ന് കണ്ടിട്ടില്ലേ? പോകും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഏറ്റവും മലയുടെ മുകളിൽ കയറിയിട്ട് ചാവ. എന്തിനാടാ അവിടെ വരെ പോണ ചാവ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവനെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആരെങ്കിലും വിഷം കടിച്ച് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവൻ്റെ കയ്യിൽ വിഷത്തിൻ്റെ പാത്രമുണ്ടാകും, അവൻ എപ്പോഴും അത് പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിഷമടിച്ച് മരിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ, അവൻ്റെ നരകത്തിൽ കയ്യിൽ വിഷത്തിൻ്റെ കപ്പും ഉണ്ടാകും, അതിങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവൻ്റെ കയ്യിൽ ആ ആയുധം പിടിച്ച് അവൻ്റെ കയ്യിൽ ആയുധം പിടിക്കും, അവൻ തൻ്റെ വയറ് കുത്തി കീറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുത്തിക്കൊല്ലുക, കുത്തി മരിക്കുക, ഇവർക്കൊക്കെ കൊടുക്കണ ശിക്ഷ. തൂങ്ങുന്നവൻ അവൻ തൂങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും, കബറിലും നാളെ നരകത്തിലും. അല്ലാഹു കാക്കുമാറാകട്ടെ. വിഷപടിക്കുന്നവൻ ഇതൊക്കെ തന്നെ എങ്ങനെയാണോ മരിക്കണം അതുപോലെ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷ്യബോധമില്ലാത്തതിനാൽ മനുഷ്യൻ ജീവിതം ഉപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അവിടുന്ന് പഠിപ്പിക്കുകയാ, ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വിജയികൾ ആരാണെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? അല്ലാഹു തന്നിരിക്കുന്ന ആയുസിന്റെ മഹത്വം എന്തെന്നറിയുമോ? അത് തൊലച്ച് കളയാനല്ല, ഏതെങ്കിലും ഒരു പെണ്ണ് ചതിച്ചതിന്റെ പേരിൽ എവിടെങ്കിലും കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല. അല്ലാഹു തന്ന ആയുസ് ഒരു പരീക്ഷ തോറ്റന്റെ പേരിൽ കളയാനുള്ളതാ? പറ. ഒരു കാമുകൻ, ഏതോ ഒരു കോന്തൻ മുടിയും വളർത്തിയിട്ട് പാൻറ്റും വലിച്ചിട്ടിട്ട് ചിരിച്ചു കാണിച്ച് പ്രേമിച്ചിട്ട് പറ്റിച്ചപ്പോൾ ആ കോന്തന് വേണ്ടി കളയാനുള്ളതാ നമ്മുടെ ആയുസ്? അല്ല. എവനെങ്കിലും കുറച്ച് പൈസ മൂട്ടിച്ച് പറ്റിച്ചുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ പേരിൽ കളയാനുള്ളതാണോ ആയുസ്? അല്ല. ഒരു കട പൊട്ടിപ്പോയി, പോയാ പോട്ടെ, അടുത്തുണ്ടാവും. കട നഷ്ടപ്പെട്ടു പോയാ പോട്ടെ, അടുത്തുണ്ടാകും. ക്യാൻസർ വന്നോ, അള്ളാഹു സ്വർഗം തരും. പിന്നെന്താ? ക്യാൻസർ വന്ന, അതാണല്ലോ ഇപ്പൊ എല്ലാവരും പറയുന്ന ഏറ്റവും വലിയ രോഗം. ക്യാൻസർ വന്നാ വരട്ടെ, അള്ളാഹു പാവം പൊറുക്കൂലേ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കല്ലേ ഇത് തരൂ. അങ്ങനെ ചിന്തിക്കേണ്ടത്. അല്ലാതെ എനിക്കിത് വന്നല്ലോ, പള്ളിക്ക് കൊടുത്തല്ലോ, മദ്രസയ്ക്ക് കൊടുത്തല്ലോ, 5 നേരം നിസ്കരിക്കുമല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുമല്ലോ, തറാവീഹ് നിസ്കരിക്കുമല്ലോ, വന്നല്ലോ. അതാ ചിന്തിക്കേണ്ടത്. കടം വന്ന അള്ളാഹ് അടിച്ചരും. ചില ആൾക്കാർ പറയത്തില്ലേ, കടമുണ്ടോ അള്ളാഹ് മാറ്റിത്തരും, പെണ്ണും അത് അള്ളാഹ് നോക്കിക്കോളും, വീട് അത് അള്ളാഹ് നോക്കിക്കോളും, എല്ലാം അള്ളാഹ് നോക്കിക്കോളും, എനിക്ക് പണിയൊന്നുമില്ല, എല്ലാം അള്ളാഹ് നോക്കിക്കോളും, അള്ളാഹ് നോക്കിക്കോളും. എന്തേ അള്ളാഹ്ക്ക് പറ്റൂലേ? എന്താ ചേണ്ണേ, അള്ളാഹ്ക്ക് അറിയില്ലേ? നിങ്ങളെ കണ്ടിട്ട് പെണ്ണുമ്പിള്ളയെ മക്കളെ അള്ളാഹ് സൃഷ്ടിച്ചേ? അല്ല. എന്നെ കണ്ടിട്ടാണ് എൻ്റെ സിനാനിനെയും നെയ്മിനെ അള്ളാഹ് സൃഷ്ടിച്ചേ? അല്ല. റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. വാകേറിയ റബ്ബിന് എന്തറിയാം? ഖാന തരാനും അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഖാന ഉള്ളത് വരെ നമ്മളിവിടെ കാണും, പിന്നെ പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പറയുകയാ,
യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇള മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. വ്യക്തമായി ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, ഖുർആനിലില്ലാത്ത ഒരു കാര്യവുമില്ല. എന്തിനും ഖുർആനിൽ പരിഹാരമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രോഗങ്ങൾ ജീവിതത്തിൽ വരുന്നു. എന്തേ പരിഹാരം? രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കണം. ഏത് മരുന്ന്? ഏത് മരുന്ന് പറ? ഏത് മരുന്ന്? കൊറോണയ്ക്ക് വല്ല മരുന്നുണ്ടോ? ഒരു മരുന്നുമില്ല. ഏറ്റവും വലിയ രോഗമാണല്ലോ കോവിഡ്. കോവിഡിന് എന്ത് മരുന്നാ ഉള്ളത്? ഏതെങ്കിലും ഡോക്ടറോട് ചോദിയിര്. മറ്റേ ഓക്സിജൻ അടിക്കുക, അതന്നെ. വേറെ എന്തുകൊണ്ടാണ്? വേറെ കടന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ആശുപത്രിയിൽ? ഒരു മരുന്നും ഇല്ലപ്പാ. കൊണ്ടുപോയിട്ട് ചുമ്മാ ഇങ്ങനെ കുറച്ച് എന്തൊക്കെയോ തരുന്നു. ഇങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം തന്നെ വാക്സിൻ എടുത്തു. ആലോചിക്ക്, രണ്ടും എടുത്തവർ മരിച്ചു പോകുന്നു. ഇപ്പം മൂന്നാമതൊന്നുകൂടെ വരുന്നെന്നാണ് പറയണില്ല. അല്ലാഹുവല്ലോ, സുബ്ഹാനല്ലാഹ്. കൊച്ചുകുട്ടികൾക്ക് 1 വയസ്സിലൊന്ന്, 1.5-1, 2-1 എന്ന് എടുക്കണ പോലെ എടുത്തുകൊണ്ടിരിക്കുക. കോടതി എന്നെ ചോദിക്കുന്നു, 84 ദിവസം എന്ന് പറയുന്നത് സാധനം കിട്ടാനില്ലാത്തത് കൊണ്ടാണോ അതോ എന്തെങ്കിലും പ്രയാസം? ചോദിക്കുക, ആലോചിക്കുക. കാലെവിടെ? ഇപ്പോൾ നമ്മൾ 84 എണ്ണിക്കൊണ്ടിരിക്കുക. ആയില്ല എന്നെ സജിയണ്ണനെ 84 ആയില്ലേ നിങ്ങൾക്ക്? ഈ അടുത്ത് പറയാൻ കേട്ടോ ഉസ്താദ്, എനിക്ക് ഇത്രാം തീയതി ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ആലോചിക്കുന്ന ഇതാ സഹോദരങ്ങളെ. എങ്കിൽ അള്ളാഹ് പറഞ്ഞ എന്തെന്നറിയോ? മഹാനായ നബിയിന റസൂലുള്ളാഹി രോഗങ്ങൾ ചികിത്സിക്കേണ്ടത് സദക്ക കൊണ്ടാണെന്ന് നബിയിന റസൂലുള്ളാഹി. പൈസ കൊടുത്തിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടല്ല, ആശുപത്രി കൊണ്ടുപോയിട്ട് സ്കാനിങ്, MRI സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്. അല്ലാഹുവേ, അവസാനം ഇത്രയും ഒരു കെട്ടുവായിട്ടാണ് വരണേ. പടച്ചവനെ, കുഞ്ഞുങ്ങളെ ചുമക്കണ പോലെ ടാബ്ലറ്റ് കുപ്പിക്കകത്ത് അടിച്ചിട്ട് ക്രാങ്ങി കിടക്കാൻ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ ഈ ചുമയുടെ മരുന്നുണ്ടല്ലോ, അത് അടിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി സുഖമായിട്ട് ഉറങ്ങാം. ആ മരുന്നൊരു കുപ്പി അടിച്ചു കഴിഞ്ഞാൽ ഒരു 60 അടിച്ചതിൻ്റെ ഫീലിംഗ് ആയിരിക്കും. ഒരു ബോധം ഉണ്ടാവത്തില്ലതാ. 3 സ്വലാത്ത് സല്ലല്ലാഹു. اللهم صل على محمد يا رب صل عليه وسلم. ഞാൻ തമാശ പറഞ്ഞല്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നലെ രാത്രി നല്ലതുപോലെ ഉറങ്ങി. എങ്ങനെടാ? കുഞ്ഞിൻ്റെ ചുമയുടെ മരുന്നൊരു കുപ്പി അങ്ങ് അടിച്ചെന്ന്. ശരിയായി, കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല. അപ്പം നമ്മൾ ആലോചിക്കേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദക്ക കൊണ്ട് ചികിത്സിക്കുക. ഒരു രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അല്ലാഹുവേ, പടച്ചവനെ, നിൻ്റെ പള്ളിക്ക് വേണ്ടി, ഒരു യതീമായ കുട്ടിക്ക് വേണ്ടി, ഖുർആൻ പഠിക്കുന്ന ഒരു മകന് വേണ്ടി, അല്ലാഹുവേ, മദ്രസകൾക്ക് വേണ്ടി ഞാനൊരു സംഭാവന കൊടുക്കാം, ഞാനൊന്ന് കൊടുക്കാം. അങ്ങനെ ചികിത്സിക്ക്. അങ്ങനെ ചികിത്സിച്ച് രോഗം മാറി എത്ര ആൾക്കാരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ 100 കണക്കിന് അനുഭവങ്ങൾ ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലേ രോഗം വരുമ്പോൾ കൊടുക്കണത്. വെറുതെയല്ലത്, അത് വെറുതെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദക്ക കൊടുത്തിട്ട് വേണം രോഗത്തെ ചികിത്സിക്കാൻ. മരുന്ന് കഴിക്കണ്ട എന്നല്ല, മരുന്ന് കഴിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന് എന്തോ രോഗം വന്നപ്പോൾ, പനിയെങ്ങാണ്ട വന്നപ്പോൾ ദുആ ചെയ്യാനാണോ പറഞ്ഞേ? നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. ആശുപത്രിയിലും പോത്തില്ല, ഒന്നും പോത്തില്ല. അതും ആത്മഹത്യക്ക് തുല്യമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോണോ? ചികിത്സിക്കണോ? ഇല്ല, അള്ളാഹ് മാറ്റിത്തരുമെന്ന് പറഞ്ഞിരുന്ന അത് സ്വന്തം ശരീരത്തെ കൊല്ല. ചിലപ്പോൾ ഈമാൻ കൂടിയവരുണ്ട്, ചിലർ വല്ലാത്ത ദർജയാ അല്ലേ, വലിയ വലിയ അള്ളാഹുവിനെ അത്രയും അറിഞ്ഞവർ. അയ്യൂബ് നബി അലൈഹിസ്സലാമൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാ. ചെറിയ ആൾക്കാർ, മഹത്തുക്കളായ ഔലിയാക്കന്മാർ, പണ്ഡിതന്മാർ. ചികിത്സ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ചികിത്സ. നമ്മളിപ്പോൾ മക്കാമുകളിൽ കണ്ടിട്ടില്ലേ? എർവാടിയിലൊക്കെ പോകുമ്പോൾ, മുത്തുപേട്ടയിലും അജ്മീറിലും നാഗൂറിലൊക്കെ പോകുമ്പോൾ എത്രയോ പേര് ചികിത്സയുടെ ഭാഗമായി അവിടെ നിൽക്കുന്നു. അത് ആരാണ് മഹാന്മാരെന്നറിയുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകണം. ആരാണെന്ന് ആദ്യം പഠിക്കണം. അതൊരു വലിയ സബ്ജക്റ്റാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാ നമ്മൾ കാണുന്നതിനപ്പുറം വേറെ പലതുണ്ട്. ഞാനെപ്പോഴും പറയും, മുത്തുപേട്ടയിൽ ഉറൂസിന് മുത്തുപേട്ടയിൽ ഞാൻ പോയി ഒരുപാട് ദിവസം. അൽഹംദുലില്ലാ, അള്ളാഹു അവിടുത്തെ മഹാനിൻ്റെ സംരക്ഷണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഞാൻ അവിടെ പോയി ഇങ്ങനെ ഒരിക്കൽ ഉറൂസിന് പോയപ്പോൾ പ്രസംഗിക്കാൻ, തമിഴ്നാടാ
പ്രസംഗിക്കാൻ സമയം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മുത്തുപേട്ടയിൽ പോയിട്ടുള്ളവർക്കറിയാം, ആ പള്ളിയുടെ ബാക്ക് സൈഡിൽ മക്കാമിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു കുളമുണ്ട്. അത്രയും വീതി കാണുന്നൊരു വലിയ കുളമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ പോകുന്നവർ, ഇങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നവർ, അവിടെ നിന്ന് അല്പം വെള്ളം കുടിക്കണം, ഒന്ന് കുളിക്കണം, വെള്ളം കുടിക്കണമെന്നാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ തോന്നില്ല. ആ വെള്ളത്തിൽ ഇറങ്ങി കുടിക്കണ പോയിട്ട് കുളിക്കാൻ തോന്നില്ല. കാരണം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ അത്രയും സങ്കടകരമായ കാഴ്ചയാണ്. മലമൂത്ര വിസർജനം നടത്തുന്നവരെ കാണാം, കാർക്കിച്ച് തുപ്പുന്നവരെ കാണാം, എല്ലാം അതിനകത്ത് അങ്ങനെ അവസ്ഥയാണ്. പക്ഷെ ആ വെള്ളമാണ്, ആ വെള്ളത്തിലാണ് കുളിക്കാൻ പറഞ്ഞത്, ആ വെള്ളത്തിൽ നിന്നാണ് ഒരല്പം കുടിക്കാൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു നോക്കിയത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് വേണമെങ്കിൽ കുടിച്ചാൽ മതി. എന്നോട് ആരെങ്കിലും പറഞ്ഞു അവിടെ ഒന്ന് കുടിക്കാൻ? ചോദ്യം അതാ. ഞാൻ ചോദിച്ചു, അവിടെ ഇരുന്നവരോട് ചോദിച്ചു, ആരൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ട്? ആരുമില്ല. എടാ, നിനക്ക് രോഗം മാറണമെങ്കിൽ നീ എവിടെല്ലാം പോയി എന്തെല്ലാം കുടിക്കും? നമ്മളാരൊക്കെ? നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും. അതാ വിശ്വാസം എന്ന് പറയുന്നത്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില വിശ്വാസപരമായ കാര്യങ്ങൾ അതൊരു പരീക്ഷണമാണ്. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ അത് അഴുക്കായിരിക്കാം, പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ എന്തിലുണ്ടോ? ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയക്കന്മാരാരാ, അവരുടെയൊക്കെ പദവികൾ എന്താ, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, സദക്ക കൊടുത്തിട്ട് വേണം നമ്മുടെ രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കാൻ. അതൊരു വലിയ മാർഗമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിനുള്ള ശമനവും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വലിയ ഒരു സമാധാനമാണ്, മനസ്സിന് കുളിർമ നൽകുന്ന ഒരു സമാധാനമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ ഖുർആനിൽ ശിഫാഇന്റെ ആയത്തുകളുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ശിഫാഇന്റെ ആയത്തുകൾ. എത്ര എണ്ണം നമുക്കറിയാം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിൽ എത്ര ശിഫാഇന്റെ ആയത്തുണ്ട് മുസമ്മിൽ ഉസ്താദേ? 6 or 7 ആയത്തുകൾ ഖുർആനിൽ തന്നെയുണ്ട്, ശിഫാഇന്റെ ആയത്തുകൾ. എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുവരും, ഉസ്താദെ വെള്ളം ഓതിത്താ, ചരട് ഓതിത്താൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശിഫാഇന്റെ ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ആയത്തുകൾ പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്കത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ശിഫാഇന്റെ ആയത്ത് ഓതിയിട്ട് കുടിച്ചാൽ പെട്ടെന്ന്, പള്ളിയിലെ ഉസ്താദിൻ്റെ ഇടയ്ക്ക് രാത്രി പെട്ടെന്ന് വയ്യാതായി വരുന്നതിനേക്കാളും ഈ ശിഫാഇന്റെ ആയത്തുകൾ നമുക്കറിയുമെങ്കിൽ അതൊന്ന് ഓതി കുടിച്ചാൽ പോരെ. ഇത് ശിഫാഇന്റെ ആയത്തല്ലേ, ഖുർആൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ആയത്തുകൾ നമ്മൾ പഠിക്കണം. അപ്പൊ സമാധാനം കിട്ടാനുള്ള ഒരു വഴിയാണ് ഖുർആൻ പാരായണം, ഖുർആൻ ഓതുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഖുർആൻ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികൾക്ക് ശമനവും അത് കാരുണ്യവുമായിട്ടാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, ശമനവും കാരുണ്യവുമായിട്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പരിഹാരം പറയുകയാ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാൽ, പ്രയാസങ്ങൾ കടന്നു വന്നാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുക്ക്, നിങ്ങൾ ആ ഖുർആനൊന്ന് പാരായണം ചെയ്യ്. അർത്ഥമറിയുകയോ അറിയാതിരിക്കുകയോ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം തുറന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്ക്. അത് നിനക്ക് ശിഫാ, അത് നിനക്ക് അനുഗ്രഹമാ. പറയുന്നത് പടച്ച റബ്ബാ, അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവാണ് പറഞ്ഞത്. വനുനസ്സിലു മിനൽ ഖുർആൻ
അള്ളാന്റെ ഖുർആനാ പറയുന്നത് മാഹുവ സിഫാ. അതുകൊണ്ട് ഖുർആനിലെ ആയത്തുകളെ എണ്ണി പഠിക്ക്. സിഫായിന്റെ ആയത്തുകളുണ്ട്, സിഫായിന്റെ ആയത്തുകളുണ്ട്. ആയത്തുകൾ നിങ്ങളും മനഃപ്പാഠമാക്ക്. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ആയത്തുകളാ.